സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം, എന്നിട്ട് കറക്റ്റ് ആണോ എന്ന് നോക്കുക. ഇതിലെന്താ സംഭവിച്ചാല് 4 into 5 എല്ലാവർക്കും അറിയാം, എത്രയാ? 20 ആണ്. പ്ലസ് 4 into പ്ലസ് 5 അതന്നെയാണ് സംഭവം. ആ പ്ലസ് പറഞ്ഞാലില്ലെങ്കിൽ സാധനം ഒന്ന് തന്നെയാണ്. പ്ലസ് 4 into 5 അതന്നെയാണ് സംഭവം. പ്ലസ് 20 തന്നെയാണ് ഇതൊക്കെ. പ്ലസ് 20 ആണ്. നമ്പർ പ്ലസ് ഇട്ടാലില്ലെങ്കിലും ഒക്കെ പ്ലസ് തന്നെയാണ്. ഇനി അടുത്ത ഇതില് 5 into 3 എത്രയാ? 15 ആണ്. പക്ഷെ ഇവിടെ -3 into 5 ആണ്, അതുകൊണ്ട് ആ മൈനസ് അവിടെ ഉണ്ടാവും. അടുത്ത് നോക്കിയേ, 5 into 3 എത്രയാ? 15 ആണ്. നമുക്കറിയാം പ്ലസിനെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അവിടെ മൈനസ് ഉണ്ട്, അതാണ്. പ്ലസിനെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നോക്കിയേ, 7 into 3 എത്രയാ? 21 ആണ്. പക്ഷെ ഇവിടെ മൈനസ് ഉണ്ട്, അത് നമ്മൾ മൈൻഡ് ചെയ്യണം. 3 into 7 എത്രയാ? 21 ആണ്. പ്ലസിനെ മൈൻഡ് ചെയ്യണ്ട, പക്ഷെ മൈനസിനെ വിടാൻ പറ്റൂല. ഇനി ഇവിടെ ഒരു പ്രശ്നം, -3 into -4 ആ, രണ്ടും മൈനസാ. നമുക്കറിയാം 3 into 4 എത്രയാ? 12 ആണ്. രണ്ട് മൈനസ് വരികയാണെങ്കിൽ ആദ്യത്തെ മൈനസ് ഇവിടെ ഇടാം, രണ്ടാമത്തെ മൈനസ് കുത്തരി വെക്കാം. ആദ്യത്തെ മൈനസ് നേരെ വെക്കാം, അടുത്ത മൈനസ് പ്ലസ്, അതായത് പ്ലസ് 12 ആവും. അതായത് 12 എന്ന് തന്നെ ആൻസർ കിട്ടും. രണ്ട് മൈനസ് വന്നാൽ അത് പ്ലസ് ആവും. എങ്ങനെ? 5 into 2 എത്രയാ? 10 ആണ്. ആദ്യത്തെ മൈനസ് നേരെ എഴുതാം, അടുത്ത മൈനസ് കുത്തരി എഴുതാം. അപ്പൊ പ്ലസ് 10, അതായത് 10. ഇനി നോക്കിയാൽ ഒരു നമ്പറിനെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. 0 ചെയ്താൽ അതിന് പ്ലസും മൈനസും ഒന്നും പ്രശ്നമല്ല. ഇത് അടുത്ത് നോക്കിയേ, വീണ്ടും 0 കൊണ്ട് ഇൻറ്റു ചെയ്തു, ഒന്നും ആലോചിക്കണ്ട. പിന്നെ 1 into 3 എത്രയാ? ഒരു 3 അല്ലേ? ഇവിടെ മൈനസ് ഉണ്ടല്ലോ, അത് അവിടെ തന്നെ കിടന്നോട്ടെ. 1 into 3 എത്രയാ? 3 അല്ല, ഒരു മൈനസ് ഉണ്ടല്ലോ, അവിടെ കിടന്നോട്ടെ. 1 into 5 എത്രയാ? 5 ആണ്. പക്ഷെ ഇവിടെ രണ്ട് മൈനസ് ഉണ്ട്, ആദ്യത്തെ മൈനസ് നേരെ എഴുതാം, അടുത്ത മൈനസ് കുത്തനെ എഴുതാം. ഇതേ രീതിയിൽ തന്നെയാണ് നിങ്ങൾ സ്വന്തം ചെയ്തപ്പോൾ ആൻസർ കിട്ടി നോക്കാം.